ഇപ്പൊ 916 കുഞ്ഞൂട്ടൻ ആക്ച്വലി എന്താണ് എങ്ങനെ പോകുന്ന ഒരു കഥയാണെന്ന് പറഞ്ഞില്ല നമ്മൾ. കഥ പറയാൻ പറ്റുമോ നമുക്ക്? അല്ല കഥയല്ല, ക്ലൈമാക്സ് പറഞ്ഞു എന്തിനാണ് സിനിമ പിടിച്ചെന്നല്ല, അല്ല സിനിമ ആസ് എ ഹോൾ എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ. ഹോൾ ഒന്നുമില്ല ഇതിന് നമുക്ക് അതേപ്പറ്റി അങ്ങനെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാ ഇൻ്റർവ്യൂവിലും ഇപ്പം ഇരുന്നിട്ട് പ്രൊമോഷൻ പരിപാടികളിൽ ഞങ്ങളൊക്കെ ഇരുന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയിലെ ഈ കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച നടന്മാർ തന്നെ. കാരണം ഒരു 10-30ഓളം ആർട്ടിസ്റ്റുകൾ പല പല സീനുകളിൽ വരുന്ന, എന്നാൽ അവരൊന്നും ആർട്ടിസ്റ്റുകളായിട്ടല്ല വരുന്നത്, ഒക്കെ കഥാപാത്രമായിട്ട് വരുന്ന ഒരു സംഭവത്തിലുണ്ട്. അത്യാവശ്യം നല്ല 2 പാട്ടുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെ അധികം കണ്ട ലൊക്കേഷനല്ല, ഫ്രഷായിട്ട് ഇതിനു വേണ്ടി തന്നെ കണ്ടുപിടിച്ച് നമ്മൾ സെറ്റൊക്കെ ഇട്ട് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ പറയാനാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ ഈ പ്രത്യേകതകളൊക്കെ നമ്മളിരുന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യമില്ലല്ലോ. നമ്മുടെ പ്രേക്ഷകരാണ്, ഓഡിയൻസ് വന്നാൽ അവർ കണ്ട് വിലയിരുത്തട്ടെ എന്നുള്ളതാണ്. പിന്നെ അവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനുവേണ്ടി വന്ന് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് വളരെ വലുതാണ് ഒരു കാര്യത്തിൽ. കണ്ടല്ലോ ഇപ്പൊ മലയാള സിനിമ വലിയ വലിയ സിനിമകളാണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു കുഞ്ഞുപടം, ചെറിയ 916 കുഞ്ഞൂട്ടൻ. പക്ഷെ എനിക്ക് ഇത് വലിയ പടം കേട്ടോ. ഓക്കെ, അല്ല ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഈ ഒരു തോട്ട് ഉണ്ടായിരുന്നല്ലോ, ഇതൊരു പാരലൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലമാണ് അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിലാണ് ഇവരൊക്കെ താമസിക്കുന്നതെന്ന് വിചാരിച്ചെടുത്തുനിന്ന് അവിടെ ചെന്ന് നിന്ന് നിങ്ങൾ ഈ അതിനെ പക്രു ചേട്ടൻ പണ്ട് തൊട്ടേ മൂവിയിൽ ആക്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പം നോബി ചേട്ടന് കുറച്ച് വർഷമായി, എന്നാൽ പോലും ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ഉള്ളൊരു മാറ്റം എങ്ങനെ തോന്നുന്നു? എനിക്ക് പണ്ടേ സിനിമയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും കാണാൻ പോണ ആളായിരുന്നു. എൻ്റെ വീട്ടിനടുത്താണ് തുളസിദാസ് സാറ്, രാജശേഖരൻ സാറൊക്കെ. ഇവരെ പടങ്ങളൊക്കെ അവിടെ ഷൂട്ടിന് വരും. ഇതെല്ലാം ഞാൻ വിടാതെ സ്കൂളിൽ കട്ട് ചെയ്ത്, സ്കൂളിൽ പോകാറില്ല എന്നാലും സ്കൂളിൻ്റെ ഫ്രണ്ട് വഴി കട്ട് ചെയ്ത് വീട്ടിൽ ഇറങ്ങി അങ്ങനെ പോയിട്ട് എല്ലാ ഷൂട്ടിങ് കാണും, മിക്ക പടങ്ങളും. അന്നേ എന്നിട്ട് അന്നത്തെ കാറുകളൊക്കെ ഞാൻ എൻ്റെ ഡയറിയിലൊക്കെ ജയറാംപേട്ടൻ്റെ കാറിൻ്റെ നമ്പർ, സകലമാന പ്രൊഡക്ഷൻ വണ്ടി പോലും ഞാൻ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇവർ വന്ന വണ്ടി എന്ന് പറയാം. അങ്ങനെ ഇതെല്ലാം കാണാൻ പോകുന്നതാണ്. റിസർച്ച് ആയിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ 10ാം ക്ലാസ് എഴുതാൻ മറന്നുപോയി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരു വിദ്യാഭ്യാസവും വേണ്ടാത്ത മേഖലയിലേക്ക് തന്നെ അദ്ദേഹം എത്തിപ്പെടുമെന്നും സ്കോർ ചെയ്യുമെന്നും അറിയാവുന്ന ചിന്ത, അതായത് അത്രയും ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. ഐസക് ന്യൂട്ടൺ കഴിഞ്ഞാൽ പിന്നെ ഇലുമിനാറ്റിയിലേക്കൊന്നും അവിടെ വരെ പുള്ളി വന്നിട്ടില്ല. ഇലുമിനാറ്റി വരും ഇടയ്ക്ക്. ഈ പറഞ്ഞില്ലേ എന്താ പറയുന്നത്, ബൈക്കിൽ പോയിട്ട് അതുപോലെയുള്ള സംഭവങ്ങൾ വന്നു കഴിയുമ്പോൾ ഇലുമിനാറ്റി. ശരിക്കും ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ സിനിമയൊക്കെ ഏത് ബൈക്ക് തെറിച്ചു പോകും? ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ ഞാൻ ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഷൂട്ടിംഗ് കാണാൻ പോകുന്ന പറഞ്ഞാൽ അത് പണ്ടെല്ലാവരും ആഗ്രഹം. ഒരു ഷൂട്ടിംഗ് പറയുമ്പോൾ ഇപ്പോഴായാലും നമ്മൾ എവിടെയും ഷൂട്ടിംഗ് മാർക്കറ്റ് ഒന്ന് കാണുമല്ലോ. പണ്ട് അടുത്തോട്ട് പോകാൻ പോലും പറ്റില്ല, ദൂരെ ഒന്നും കൊണ്ടേ കാണാം. ഇപ്പം അങ്ങനെയൊന്നുമല്ല, തടഞ്ഞു വെച്ചാൽ അപ്പം ഷൂട്ട് ചെയ്യും. ആഹാ എന്നെ പിടിച്ചതാ തടഞ്ഞു വെച്ചേക്കാണ് ഇന്നാളെ ലൊക്കേഷൻ, അത് വൈറലാവും. മറ്റേത് അങ്ങനെ അല്ലല്ലോ, നമ്മൾ ദൂരേക്കണം കാല് പിടിച്ചൊക്കെ കുറെ പോയി ഓട്ടോഗ്രാഫ് മേടിപ്പൊക്കെ. ഇപ്പം നീക്ക് ആക്ച്വലി നീ പക്രു ചേട്ടൻ്റെ നായികയായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി ഈ ഒരു ഹീറോയിൻ ഇപ്പം ഈ ഒരു 916 കുഞ്ഞൂട്ടനിലെ ഹോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹോൾ എക്സ്പീരിയൻസ് ഭയങ്കര, എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്രു ചേട്ടൻ്റെ ഒപ്പം നായികയായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ തന്നെ. പിന്നെ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് ഒന്നിച്ചൊരു സോങ് ചെയ്യാൻ പറ്റി. അതിപ്പോൾ റിലീസായി, അതിൻ്റെ ലിറിക്കൽ വീഡിയോ കണ്ടിരുന്നു. അപ്പം അങ്ങനെ ഒരു സോങ് ചെയ്യാൻ പറ്റി. കുറേ സമയം പക്രു ചേട്ടൻ്റെ കൂടെ തന്നെ കോമ്പിനേഷൻ വരുന്ന ഒരുപാട് സീനുകളും ഇതുപോലെ സോങ് ഒക്കെ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. സോങ് നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കണ്ട് നല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. ഇപ്പം ബാക്കി ജനങ്ങളുടെ കയ്യിലല്ലേ പ്രേക്ഷകർ കണ്ടിട്ട് പറയും. ആക്ച്വലി ടോട്ടലി മൂവി നല്ല മൂവിയാണ്. ഓക്കെ ചേട്ടാ, ഇപ്പം ഈ മൂവിയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. മറ്റ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ആക്ടേഴ്സ് ആരൊക്കെയാണ്? എൻ്റെ അച്ഛനായിട്ട് കോട്ടയം രമേശേട്ടനാണ്. പിന്നെ അമ്മയായിട്ട് ശോഭ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്.
പുള്ളിക്കാരി സീരിയൽസിലും സിനിമയിലും ഒക്കെ ധാരാളമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരു നായിക കൂടി ഉണ്ട്, അത് ഡയാന ഹമീദ്. ഡയാനയുണ്ട്. പിന്നെ കൂട്ടുകാരൻ ഇപ്പം നോബി, അതുപോലെ ബിനോയ് നമ്പോല, അതുപോലെ തന്നെ സുനിൽ സുഗത, അതുപോലെ കുറേ ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം അത്രയും ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഇവരുടെ എല്ലാം കഥാപാത്രത്തിന് ഇപ്പോൾ ഒരു സീനിൽ വരുന്നവർക്ക് പോലും അത്യാവശ്യം നന്നായിട്ട് അവരെ രജിസ്റ്റർ ചെയ്യുന്ന തരത്തിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും. അപ്പം പിന്നെ ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഒരാളെ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയേണ്ടത്. ഈ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന രാകേഷ് സുബ്രഹ്മണ്യം. അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോവുക. ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കട്ടെ? അയ്യോ ഇരുന്നാട്ടെ.